നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം. 5 പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്ക് സംഭവിച്ചത്. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മറ്റ് 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബംഗാൾ സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളി സുമിത്താണ് ഗുരുതരമായി പൊള്ളലേറ്റ് മരണപ്പെട്ടതായി സൂചന ലഭിക്കുന്നത്. മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഇയാൾ. മരിച്ച സുമിത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചു. ചൂടുവെള്ളം വീണ് പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് സുമിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഇഡ്ലി കഫേ എന്ന സ്ഥാപനത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സമീപത്തുള്ള കടകളിലെ ആളുകളെ ഒക്കെ തന്നെ അധികൃതർ വളരെ വേഗത്തിൽ ഒഴിപ്പിച്ചു. പരിക്ക് സംഭവിച്ചതൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ്. നാഗാലാൻഡ് സ്വദേശികളായ കൈപ്പോ നൂബി, ലുലു, അസം സ്വദേശിയായ യഹിയാൻ അലി, ഒഡീഷ സ്വദേശിയായ കിരൺ എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. 2 പേരെ ജനറൽ ആശുപത്രിയിലും 2 പേരെ ലിസി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. ദീപക് എന്നയാളാണ് ഹോട്ടൽ ഉടമ. ഉഗ്ര ശബ്ദത്തോടെ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചത്. ഹോട്ടലിലെ ചില്ലുകളടക്കം പൊട്ടിത്തെറിച്ച് സാധനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പോലീസ് എത്തി സംഭവമൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അടുക്കള ഭാഗത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്കാണ് ഗുരുതരമായ പരിക്ക് സംഭവിച്ചത്. എന്നാൽ മറ്റ് കടകളിലേക്ക് തീ പടരുകയോ മറ്റ് അപകടമുണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റാളുകൾക്ക് പരിക്ക് സംഭവിച്ചില്ല എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി അടുത്തുള്ള കടകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. ഇതിന് സമാനമായി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു അപകടവും കാക്കനാട് സംഭവിച്ചിരുന്നു. അവിടെ കാർ സർവീസ് സെൻറ്ററിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. സർവീസിനെത്തിച്ച വാഹനങ്ങളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തൊട്ടനവധി കെട്ടിടങ്ങളുണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടർന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതേക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.